അൽഫോൺസ് സർ, സാർ ഇവിടെ ഇരിക്കുമ്പോ AR റഹ്മാൻ സാറിനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? Yes. അങ്ങനാണ്, പിന്നെ അങ്ങനാന്നാ തോന്നുന്നത്. കാരണം AR റഹ്മാൻ സാറിന് കാരണം നമ്മുടെ ഓമന പെണ്ണ് ഇവിടെ ഓ, ഇരിക്കുകയാണ്. എന്റെ അമ്മ, അതെ അതൊരു ഒന്നൊന്നര പെണ്ണാ. അതാരാണ്? ആ ഇരിക്കുന്ന എൻ്റെ പാറുക്കുട്ടി. അടുത്ത്. ഓ ശരി. പാറുക്കുട്ടി അതിന് ശേഷമാണല്ലോ ലൈഫിൽ വലിയൊരു മാറ്റം വന്നതും ഒരുപാട് അച്ചീവ്മെന്റ്സ് ലൈഫിലേക്ക് വന്നതും ഒക്കെ സാറിനെ മീറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു കണ്ട ആ ഒരു മൊമെന്റ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പിന്നെ ലൈഫിൽ വന്ന മാറ്റങ്ങള്? റഹ്മാൻ സാറിനെ ഫസ്റ്റ് കാണുന്ന എൻ്റെ ഓഡിയോ ലോഞ്ചിനാണ്. വെള്ളിത്തിരയുടെ ഓഡിയോ ലോഞ്ചിന് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ അവിടെ ഒരു പാട്ട് പാടി, എൻ്റെ ഒരു ഓൺ കോമ്പസിഷൻ, ഒരു ഫ്യൂഷൻ രീതിയിലുള്ള പാട്ട് പാടിയിരുന്നു. അപ്പം അന്ന് Okay, ആ. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, പാട്ട് പാടാനാണോ ഇഷ്ടം അതോ മ്യൂസിക് ഡയറക്ഷനാണോ താല്പര്യം? ഞാൻ പറഞ്ഞു മ്യൂസിക് ഡയറക്ഷനാണ് കൂടുതൽ താല്പര്യം, പക്ഷെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ പാടാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് പോയി, കണക്ഷൻ വിട്ടു. പിന്നെ ഇടയ്ക്ക് വീണ്ടും ഒരു കണക്ടിവിറ്റി വന്നു, പക്ഷെ വീണ്ടും അത് കഴിഞ്ഞ് വീണ്ടും ഡിസ്കണക്റ്റായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഓസ്കർ കിട്ടി വന്നത്. അപ്പം ആ സമയത്ത് ഞാനവിടെ ചെന്നൈ പോയായിരുന്നു. ആ ഒരു സമയത്ത് ഞാനിവിടെ മ്യൂസിഷ്യൻസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു യൂണിയൻ്റെ. അപ്പം അങ്ങനെ ഞാൻ അവിടെ പോയി സാറിനെ കണ്ടു. അത് കഴിഞ്ഞ് സാറിനെ പേഴ്സണലി ഒന്നും കൂടി കാണാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഓഡിയോ ഞാൻ കൊടുത്തു, ഞാൻ പാടിയിട്ടുള്ള അതിൻ്റെ. പിന്നെ അതും കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പെട്ടെന്ന് ഇങ്ങനെ കോള് വരുന്നത്. പക്ഷേ ആ കോള് വരുന്നതിന് മുമ്പ് എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻറ്റ് സമയത്താണ് ആ കോള് വരുന്നത്. ഞാനൊരു പടത്തിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതായിട്ട് വന്നു, ഒരു സുഖമില്ലാതെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഒരു 3-4 മാസം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയർ സ്റ്റോപ്പ് ആവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ എനിക്കൊരു നല്ലൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ഫുള്ള് സമർപ്പിച്ച് ഇങ്ങനെ നിന്നൊരു സമയമാണ്. അപ്പോൾ അസുഖം ഭേദമായി, ഞാൻ പടമൊന്നും വരുന്നില്ല, പിന്നെ എന്ത് ചെയ്യണം? അപ്പം ഞാനെന്ന് വിചാരിച്ചു ഒന്ന് പഠിക്കാം. അങ്ങനെ MAക്ക് ജോയിൻ ചെയ്തു, കർണാട്ടിക് മ്യൂസിക്കിൻ്റെ. MA ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് സെമസ്റ്റർ ചെയ്യുന്ന സമയത്താണ് റഹ്മാൻ സാറിൻ്റെ കോള് വരുന്നത്. അപ്പോൾ ചെന്നൈയിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ പാട്ട് പടത്തിലില്ലാത്ത പാട്ടാണ്, ഒരു പ്രൊമോ സോങ് പോലെ റെക്കോർഡ് ചെയ്യുകയാണെന്നുള്ളത്. പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ബാഫ്റ്റ തിയേറ്ററിലേക്ക് അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് പാടാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തു. അവിടെ ചെന്ന് പാടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം മേനോൻ ഇത് എങ്ങനെയെങ്കിലും പടത്തിനകത്ത് ചേർക്കണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്ത് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഈ പാട്ട് ചേർത്ത് അങ്ങനെ ഈ പാട്ട് ഒരു പ്രൊമിനന്റ് സോങ് ആയിട്ട് മാറി. അതെ അതെ, അത് ശരിക്കൊരു എൻ്റെ ഒരു കമ്മിങ് ബാക്കിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വന്ന പോലെയായിരുന്നു എൻ്റെ ലൈഫിൽ. പിന്നെ അതിനുശേഷം പിന്നെ പാടാനും സിനിമ ചെയ്യാനും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് അതിനുശേഷം വന്നു, ഓപ്പണായിട്ട് വന്നു. അപ്പം അത് എനിക്ക് എൻ്റെ ലൈഫിലൊരു പാഠം കൂടിയായിരുന്നു. അതായത് നമ്മൾ ഒരു വഴി അവസാനിച്ചു എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല. മേ ബി അതൊരു അടുത്തൊരു യു ടേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടേണിലേക്ക് പോകാൻ തിരിയാൻ വേണ്ടിയിട്ടുള്ളൊരു ജംഗ്ഷനായിരിക്കും അത് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ 2-3 വർക്കിന് എന്നെ വിളിച്ചു. എന്തിരൻ്റെ സമയത്ത് ഞാൻ കുറേ വോക്കലിൽ കുറേ സംഭവങ്ങൾ ചെയ്തിരുന്നു. അപ്പം ഞാനത് എൻ്റെ അടുത്ത് 2-3 സീൻ തന്നിട്ട് അവിടെ വാട്ട് എവർ യു ഫീൽ ലൈക്ക് ഒരു വോക്കൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പോയി. പക്ഷേ പടത്തിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ മൊത്തത്തിൽ കംപ്ലീറ്റ് ചേഞ്ച് ആയി. അതിൻ്റെ ഒരു വോക്കലിൻ്റെ ടെക്സ്ചർ മാറി, അതിനകത്ത് ബാക്കിങ്സ് വന്നു, വേറൊരു രീതിയിലാണ് പിന്നെ നമ്മൾ കേൾക്കുന്നത്. പിന്നെ അതുപോലെ ജൂത്താഹി സഹി എന്ന് പറഞ്ഞ പടത്തിനകത്തും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ ഞാനൊരു സിംഗർ എന്നുള്ള രീതിയിലും, നേരത്തെ നമ്മൾ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പലരും പാടിച്ചിട്ടുണ്ടെങ്കിലും ഒരു സിംഗർ എന്നുള്ള രീതിയിലുള്ള ഒരു കുറേ ലെസൺസ് എനിക്ക് കിട്ടി. അദ്ദേഹം പാട്ടുകാരെ കൊണ്ട് മേടിച്ചെടുക്കുന്നത്, ഒരാളുടെ ഉള്ളിലുള്ള ഫുൾ കപ്പാസിറ്റി, കാര്യങ്ങൾ എങ്ങനെയാണ് മേടിച്ചെടുക്കുന്നത് എന്നുള്ള ഒരു അതിനൊരു സമയം കൊടുത്ത് ഒരു പേഷ്യൻസോട് കൂടെ ഞാൻ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 4 ലൈൻ പാടാൻ വേണ്ടി ഞാൻ കുറേ സമയമെടുത്തു. എനിക്കറിയത്തില്ല, എന്തോ ഭയങ്കര പേടി പോലെ. അപ്പോൾ ശ്രീനേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ശ്രീനേട്ടൻ പറഞ്ഞു, എടോ താൻ എത്ര ആൾക്കാരെ പാടിച്ചിട്ടുണ്ട്, താൻ എന്തത് ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നു.
അപ്പോൾ സാറ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ കോറസാണ് ഞങ്ങൾ ആദ്യം റെക്കോർഡ് ചെയ്തത്. അപ്പം സ്വസ്തി സ്വസ്തി എന്നുള്ള ഭാഗം എൻ്റെ അടുത്ത് പറഞ്ഞു കണ്ടിന്യൂസ് പാടാൻ പറഞ്ഞു. സാർ അത് ഫുൾ റെക്കോർഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് 2-3 ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്ത് ഇതൊക്കെ ശരിയാക്കി തന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ഓക്കെ അപ്പം അതുപോലെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് പാട്ടെടുത്തത്. ഇതിൻ്റെ തന്നെ ഹിന്ദി പാടാൻ വേണ്ടി ഞാൻ പോയി ബോംബെയിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് സാറുണ്ടാവുമോ എന്നാണ് ചോദിച്ചത്, കാരണം കംഫർട്ടബിളായിട്ട് പാടാമല്ലോ. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു സാറുണ്ടാവില്ലേ, സാറ് വേറൊരു പടത്തിൻ്റെ ഇതിൽ തിരക്കിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ജാവേദ് അക്തർ അതുപോലെ തന്നെ സാറിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, ഇത്രയും പേരേ ഉള്ളൂ. അവിടെ കിടന്ന് ആകെ വിഷമിക്കാൻ തുടങ്ങി. കാര്യം ഞാൻ ഹിന്ദിയായിട്ട് അധികം ഇതില്ല. പിന്നെ പാടി വന്നു, അവർ കറക്ഷൻ തന്നു. ഒരു വിധത്തിൽ അത് മുഴുവനായിട്ടും പാടി തീർക്കാനായിട്ട് പറ്റി. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു ലേണിംഗ് പ്രോസസ്സായിരുന്നു സാറിൻ്റെ കൂടെയുള്ള സമയങ്ങൾ മുഴുവൻ. എന്നാൽ ഇത്രയും കൂടെ ഉണ്ടായിരുന്നപ്പോൾ വാട്ട് ഈസ് ദ ഒരു ബെസ്റ്റ് തിങ് സാറിൽ നിന്ന് പഠിച്ച ഒരു കാര്യം ഒന്ന് പറയാമോ? ഒന്ന് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ്. ഒരു ഇൻസിഡന്റ് ഞാൻ ഓർക്കുന്നത്, അതായത് അവിടെ നമുക്കൊരു ടൈം ഉണ്ട് പ്രാക്ടീസിന്റെ. സാറിന്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുലർച്ചെ 2 മണി 3 മണി വരെ പോകും. അത് നമ്മൾ അത്രയും സമയം കൂടെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ ഞങ്ങളുടെ കൂടെ അമേരിക്കൻ മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു. ഒരു ടൈം കഴിഞ്ഞ സമയത്തേക്ക് ഇവരല്ല, അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഗോ 1 more ടൈം എന്ന് റഹ്മാൻ സാറ് പറഞ്ഞു. പക്ഷെ ഇവരെല്ലാവരും എഴുന്നേറ്റു, ഒന്നും വേണ്ടിയില്ല, അവരെഴുന്നേറ്റ് അങ്ങ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്ത് സാറിനൊരു നമ്മളിങ്ങനെ അധിക്ഷേപിക്കണ പോലത്തെ ഒരു ഫീൽ അല്ലേ ഒരാള് അടുത്ത ഓക്കെ ലെറ്റ്സ് ഒരു പ്രാവശ്യം കൂടി നമുക്ക് പ്രാക്ടീസ് പോവാന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് പോവാന്ന് പറയുമ്പോൾ ഇതല്ലേ. പക്ഷെ അവരുടെ ഒരു പ്രൊഫഷണൽസ്, അത് ഒരു സമയം എന്ന് പറഞ്ഞാൽ സമയത്തെ അവർ വർക്ക് ചെയ്യത്തുള്ളൂ, എൻ്റെ അപ്പുറത്തേക്ക് വർക്ക് ചെയ്യത്തില്ല. അപ്പുറത്ത് വർക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ് ടൈം ഇതെല്ലാം സ്കെഡ്യൂൾ. പക്ഷെ സാർ അതെല്ലാം ഈസി ആയിട്ട് എടുത്ത് അത് കഴിഞ്ഞ് പുള്ളിക്ക് ചെയ്യാനുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇതിൽ പോയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഒരു ക്ഷമ ഉണ്ടായിരുന്നു. ഓക്കെ